നേരിൻ്റെ വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണഗതിയിൽ എല്ലാ കാര്യത്തിനും പരാതി പറയുന്ന ഒരു സ്വഭാവമാണ് മനുഷ്യനുള്ളത്. തങ്ങൾക്ക് ദൈവം കൊടുത്തിട്ടുള്ള ദൈവിക അനുഗ്രഹങ്ങളെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. ഒരിക്കലൊരു മനുഷ്യൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, എനിക്ക് കുറച്ച് പണം കൂടി അങ്ങ് തന്നിരുന്നെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി എനിക്ക് ഉപയോഗിക്കാമായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ ഒരുപാട് പണമൊന്നുമില്ല. ഉള്ളത് എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഞാൻ ഉപയോഗിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് ബാക്കിയായിട്ടൊന്നും എൻ്റെ കയ്യിലില്ല. പിന്നീട് അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, എനിക്ക് അല്പം കൂടെ സമയമുണ്ടായിരുന്നെങ്കിൽ എത്രയോ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമായിരുന്നു. ഇപ്പോഴുള്ള സമയം ഒന്നിനും തികയുന്നില്ല. ഓരോ മിനിറ്റും എനിക്കും എൻ്റെ ഭവനത്തിനും എൻ്റെ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയാണ് ഞാൻ ചിലവഴിക്കുന്നത്. പിന്നീട് അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, എനിക്ക് നല്ല കുറെ കഴിവുകൾ തന്നിരുന്നെങ്കിൽ അതൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാമായിരുന്നു. നന്നായി പാടാൻ എനിക്കറിയില്ല. എനിക്ക് പ്രത്യേകമായ കഴിവുകളൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. ഉള്ളതൊക്കെ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ തലമുറയ്ക്കും വേണ്ടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ മനുഷ്യൻ്റെ പ്രാർത്ഥന കേട്ട ദൈവം അദ്ദേഹത്തിന് പണവും സമയവും കഴിവുകളും എല്ലാം കൊടുത്തു. ധാരാളം കഴിവുകളും പണവും ധാരാളം സമയവും അദ്ദേഹത്തിന് ലഭിച്ചെങ്കിലും അദ്ദേഹം പ്രാർത്ഥിച്ചതുപോലെ ഒന്നും ചെയ്യാതെ വെറുതെ അദ്ദേഹം ഇങ്ങനെ കഴിച്ചു കൂട്ടുകയാണ്. ദൈവം അദ്ദേഹത്തിൻ്റെ ഈ നിസ്സാരമായ രീതി കണ്ടിട്ട് തനിക്ക് കൊടുത്ത പണവും സമയവും കഴിവുകളുമൊക്കെ തിരിച്ചെടുത്തു. ദൈവത്തോട് അദ്ദേഹം ചോദിച്ചു: ദൈവമേ, എന്തുകൊണ്ടാണ് അങ്ങ് എനിക്ക് തന്ന പണവും സമയവും ഈ കഴിവുകളും എല്ലാം തിരിച്ചെടുത്തത്? അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് കഴിയുമായിരുന്നു. ദൈവം അദ്ദേഹത്തോട് പറഞ്ഞു: നിനക്ക് ഞാൻ ഇതെല്ലാം തന്നതല്ലേ, പക്ഷെ ഒരു വിധത്തിലും അത് പ്രയോജനപ്പെടുത്തുവാൻ നിനക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാനതെല്ലാം തിരിച്ചെടുത്തു. ഈ മനുഷ്യൻ ദൈവത്തോട് വീണ്ടും പ്രാർത്ഥിച്ചു: എനിക്ക് അതെല്ലാം വീണ്ടും മടക്കി തരണം. പക്ഷെ ദൈവം കൊടുത്തില്ല. ദൈവം കൊടുക്കാതിരുന്നപ്പോൾ ആ മനുഷ്യൻ ദൈവത്തിലുള്ള വിശ്വാസത്തെ പരിപൂർണമായി തള്ളിപ്പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു: ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നില്ല. കാരണം പ്രാർത്ഥനകൾക്ക് മറുപടി നൽകാൻ ദൈവത്തിന് കഴിയുന്നില്ല. യാഥാർത്ഥ്യം അതല്ലെന്ന മനുഷ്യനറിയാം. ദൈവം കൊടുത്ത പണമോ സമയമോ ദൈവം കൊടുത്ത കഴിവുകളോ ഒരു വിധത്തിലും പ്രയോജനപ്പെടുത്തുവാൻ കഴിയാതെ പോയ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ ആഗ്രഹം എല്ലാം തനിക്ക് വേണം, പക്ഷേ അതുകൊണ്ട് പ്രയോജനപ്പെടുത്തില്ല. അങ്ങനെ വളരെ ലാഘവത്തോടെ നിസ്സാരമായി ജീവിതത്തെ കാണുന്നവരെ ഒരിക്കലും അനുഗ്രഹിപ്പാൻ ദൈവത്തിന് ആഗ്രഹമില്ല. അതേത് കാലഘട്ടത്തിലുള്ളവരാണെങ്കിലും ദൈവം തന്നത് പ്രയോജനപ്പെടുത്തുവാൻ മനസ്സുണ്ടായാൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമ്മെ എത്തിക്കുവാൻ ദൈവത്തിന് കഴിയും. ഒന്നും നിസ്സാരമായി കാണരുത്. നമുക്ക് ലഭിച്ച കഴിവുകളാകട്ടെ, ദൈവം നമുക്ക് തന്ന സമ്പത്താകട്ടെ, സമയമാകട്ടെ,
ബന്ധങ്ങളാകട്ടെ, ദൈവം നമുക്ക് തന്നതെല്ലാം ദൈവത്തിന് പ്രയോജനപ്പെടണം. ഏതു മുഖേന, ഏത് വിധത്തിലാണെങ്കിലും ദൈവത്തിന് പ്രയോജനപ്പെടണം. അങ്ങനെ പ്രയോജനപ്പെടുത്തുവാൻ നമ്മൾ തയ്യാറായാൽ തീർച്ചയായും ദൈവം അധികമായി നമ്മെ അനുഗ്രഹിക്കും. വീണ്ടും വീണ്ടും പരാതി പറഞ്ഞുകൊണ്ട് എനിക്കില്ല എന്ന ചിന്തയിലല്ല നമ്മൾ ജീവിക്കേണ്ടത്. ദൈവം തന്നതെല്ലാം പ്രയോജനപ്പെടുത്തുന്ന ഒരു വ്യക്തിയായി തീരാൻ നമുക്ക് കഴിഞ്ഞാൽ അതാണ് ദൈവത്തിന് സന്തോഷം. അതുകൊണ്ട് കഴിവുകൾ എത്ര ചെറുതാകട്ടെ വലുതാകട്ടെ പ്രയോജനപ്പെടുത്താൻ പരിശ്രമിക്കാം. അങ്ങനെയൊരു ജീവിതം ദൈവത്തിന് വേണ്ടി കാഴ്ചവെപ്പാൻ നമുക്കിടയാകട്ടെ.